അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്. പുണ്യമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. മുഹറത്തെക്കുറിച്ച് നമുക്കറിയാം, ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് മുഹറം മാസം. ദുൽഹിജ്ജ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനവുമാണ്. ഈ 2 മാസങ്ങളും ഒരുപാട് ചിന്തകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് എപ്പോഴും പരിചയപ്പെടുത്തുമ്പോഴും അതിലൊക്കെ ഒരുപാട് പഠിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പിൽ വരുന്ന ഓരോ സമയങ്ങളും, ഓരോ സാഹചര്യങ്ങളും, ഓരോ വാക്കുകളും, ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഈ ഭൂമിയിൽ നടക്കുന്ന പലതിലും നമുക്കൊക്കെ മറ്റുള്ളവരുടെ വാക്കിൽ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതും ചിന്തിക്കാനും പറയാനും അറിയാനുമുണ്ട് എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മോട് വിട പറയുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1446 എന്ന ആ ഒരു വർഷം മാറി 47ലേക്ക് നമ്മളെല്ലാവരും വരികയാണ്. സത്യം പറഞ്ഞാൽ പരിശുദ്ധമായ ഈ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കടന്നു പോവുകയാണ്, ആയുസ് കുറയുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കുട്ടികളുടെ വയസ്സ് 1 ആകുമ്പോൾ അല്ലെങ്കിൽ 2 ആകുമ്പോൾ 3 ആകുമ്പോൾ നമ്മൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാറുണ്ട്. ഇപ്പോഴൊക്കെ ബർത്ത്ഡേകൾക്ക് സർപ്രൈസ് ആണല്ലോ, അല്ലേ? പല രൂപത്തിലാണ് ബർത്ത്ഡേയുടെ ആഘോഷങ്ങളും മറ്റൊക്കെ കാണപ്പെടുന്നത്. സർപ്രൈസായിട്ട് കേക്ക് മുറിക്കലും വീട്ടിലേക്ക് കയറി വരലും അങ്ങനെ തുടങ്ങി പലതും നമ്മൾ കാണപ്പെടാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം, ഒരു ആയുസ് കുറഞ്ഞു പോവുകയാണ് ഇതൊക്കെയെന്ന്. നമ്മുടെ ഈ ദുനിയാവെന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഖബർ എന്ന വീട്ടിലേക്ക്, 6 അടി മണ്ണിലെ വീട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യമാണ്, അതിലേക്കുള്ള അടുപ്പമാണ് ഈ ഒരു വർഷം നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുന്നത്. ദുനിയാവിൽ നിന്ന് അത് ആഖിറത്തിലേക്കുള്ള ഒരു അടുപ്പമാണ് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വൃക്ഷത്തൈയിൽ നിന്ന്, ഒരു വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞിറങ്ങുന്നത് പോലെ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കുല്ലു ഇംറിഇം മുസബ്ബിഹുൻ ഫീ അഹ്ലിഹി വൽ മൗത്ത് അദ്നാ മിൻ ശിറാക്കി നഅരിഹി. മാനവர்கள் അവിടെ നിന്ന് പാടിയത്, നിങ്ങളുടെ കുടുംബത്ത് പ്രഭാതമാകുമ്പോൾ കുടുംബത്തോടൊപ്പം നിങ്ങൾ ഉണ്ടാകും, സന്തോഷിക്കുന്നുണ്ടാകും, ആനന്ദിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും മരണമെന്ന് പറയുന്ന സത്യം അത് നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറടിയെപ്പോലെ അതിനേക്കാൾ നിങ്ങളോട് അടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ഓർക്കണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതം, അവിടുന്ന് ഹാസിബു ഖബ്ല അൻ തുഹാസബു എപ്പോഴും അവിടുന്ന് പറയുന്ന ഒരു വാക്കായിരുന്നത്, അല്ലേ? നിങ്ങൾ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്യുക. അല്ലാഹു തആല നിങ്ങളെ വിചാരണ ചെയ്യും. അതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്തതും പറഞ്ഞതും കണ്ടതുമെല്ലാം നിങ്ങളൊന്ന് വിചാരണ ചെയ്യും. വസിനൂഹ ഖബ്ല അൻ തൂസനു, നിങ്ങളുടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് തൂക്കും. അല്ലാഹ് തൂക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് തൂക്കം ചെയ്യൂ, അതിനൊന്ന് മനസ്സിലാക്കൂ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ തൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവിൻ്റെ പാടുകളുണ്ട്. മുതുകത്തൊക്കെ തോള് 2 ഭാഗത്തും എന്തോ ഏറ്റി നടന്നു പോയ, ചുമന്നു പോകുന്നതിൻ്റെ പാടുകളുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാം, അത് ആ പാടുകൾ പാവപ്പെട്ട തോളിലുണ്ടായിരുന്ന ആ 2 പാടുകൾ പാവങ്ങളായ ജനങ്ങളുടെ വീടിൻ്റെ മുമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നായിരുന്നു. ഇന്നൊക്കെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ അവസ്ഥ. ഒരാൾ പറയുകയാണ്, ഞാനിത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കട്ടോ, ഇവിടെ ഫേസ്ബുക്കിൽ വരും, യൂട്യൂബിൽ വരും, ഇൻസ്റ്റഗ്രാമിൽ വരും, എല്ലായിടത്തും അത് വരും. ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നു, ഖലീഫയാണ്. മാനവർക്ക് രാത്രി സമയത്ത് അന്വേഷിക്കും, എൻ്റെ ഈ രാജ്യത്ത്, ഞാൻ രാജ്യം ഭരിക്കുന്ന ഈ രാജ്യത്ത് ആരൊക്കെയാണ് പട്ടിണി കിടക്കുന്നത്, ആർക്കൊക്കെയാണ് ഭക്ഷണമില്ലാത്തത്. അവരുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണ സാധനങ്ങൾ കിറ്റ് വെക്കുമായിരുന്നു ഉമർ തങ്ങൾ. ആരെയും കൂട്ടൂല, ഉമർ തങ്ങൾ ഒറ്റയ്ക്ക് ചുമന്നു പോകുമായിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഉമർ തങ്ങളെക്കുറിച്ച് ആ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ബാക്കിയുള്ള മുറിവിൻ്റെ പാടുകൾ ഉണ്ടായിരുന്ന സ്വന്തം വിചാരണ ചെയ്യലായിരുന്നു ഉമർ തങ്ങൾ. സ്വന്തം ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. ആരെങ്കിലും ഒരു വിധി, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ നിയമം പറയാൻ, ഒരു മസ്ലഹത്തിൻ്റെ വിഷയത്തിന് ഉമർ തങ്ങൾ ഖലീഫിൻ്റെ അടുത്തേക്ക് വന്നാൽ ഖലീഫ ചെയ്യുന്നൊരു പണിയുണ്ട്. ആ ചർച്ച അങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തൻ്റെ റൂമിലേക്ക് കടന്നു ചെന്ന് തൂക്കിയിട്ടിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് സ്വന്തം ദേഹത്തടിക്കുമായിരുന്നു. എന്നിട്ട് പറയും ജീവിതത്തിലെ തെറ്റുകളെയും കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചിട്ടും ഇതെല്ലാം പറയാൻ ഉമറെ നിനക്ക് അധികാരമുണ്ടോ, അവകാശമുണ്ടോ എന്ന് സ്വന്തം ഒരു വിചാരണ ചെയ്യുന്ന, അതിലെന്തെങ്കിലും പിഴവുകളുണ്ടോ എന്ന് സ്വന്തം ഒന്ന് വിചാരണ ചെയ്യുന്ന ഒരു സമയം ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉമർ തങ്ങളുടെയൊക്കെ ജീവിതം. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്.
മഹാനവറുകൾക്ക് 60 വർഷം പൂർത്തിയാവാൻ, 60 വയസ്സ് പൂർത്തിയാവാൻ. ഉസ്താദിൻ്റെ ഷെയ്ഖുനാൻ്റെ അവിടുത്തെ ഒരു സുന്ദര നിമിഷമാണല്ലോ എന്ന് കരുതി അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് മഹാനായ തങ്ങൾ തൻ്റെ റൂമിനകത്തിരുന്നിട്ട് വല്ലാതെ കരയാണ്. തൻ്റെ ശിഷ്യന്മാരെ കടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, തങ്ങളെ എന്തിനാണ് നിങ്ങൾ കരയണത്? ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകത ഉള്ളതല്ലേ, നിങ്ങൾ കരയണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കല്ലേ? മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കത് പുതിയതാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ആ ഒരു തെറ്റ് തന്നെ ഓരോ ദിവസത്തിൽ ഒരു തെറ്റെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആയുസ്സിൽ ഒന്ന് കൂട്ടി നോക്കൂ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. നിങ്ങൾ 60 വർഷം പൂർത്തിയായി. ഏകദേശം 21,000-ൽ പരം തെറ്റുകൾക്ക് ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ ഹിസാബിനെ പറയണ്ടേ എന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നമുക്കൊക്കെ എത്ര വയസ്സായി എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളെ നിങ്ങളുടെ ശരീരം എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്താണ് നിങ്ങൾ തയ്യാർ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ശരീരത്തോട് ഞാൻ ചോദിക്കും, നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ മുമ്പിലേക്ക് വരാൻ നിങ്ങൾ തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ചോദ്യം അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്താൻ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കൂ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെക്കുറിച്ചിട്ട് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്, അറിയാൻ കഴിയുന്നവനാണ് എന്ന് അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്താൻ. എൻ്റെ പ്രിയമുള്ളവരെ, കാലങ്ങൾ കടന്നു പോകും, നേരങ്ങൾ കടന്നു പോകും, എല്ലാം കടന്നു പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ കാലങ്ങൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. വരാനിരിക്കുന്ന ഓരോ സെക്കൻഡുകളും, ഓരോ മണിക്കൂറുകളും, മിനിറ്റുകളും, ദിവസങ്ങളും നമുക്കുണ്ടോ, അത് എത്തുമോ, നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമോ, അത്ര ആയുസ് നമുക്കുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇന്നുകൾ നമുക്ക് സ്വന്തമാണ്. നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ ഓരോ സമയങ്ങളും നമുക്ക് സ്വന്തമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെ പാപങ്ങളുണ്ടെങ്കിൽ തിരുത്തണം. വരുന്ന ഓരോ സമയങ്ങളും സുന്ദരമാക്കാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസങ്ങളും ഇന്നത്തെ ജീവിതം അതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ 2 അനുഗ്രഹങ്ങളെ മനുഷ്യർ അശ്രദ്ധവാന്മാരായിട്ട് കാണുമെന്ന്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ അള്ളാഹു തആല മനുഷ്യരായ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 അനുഗ്രഹങ്ങൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്രദ്ധവാന്മാരാണ് ആ അനുഗ്രഹത്തിലെന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. ഒന്ന് അസ്സിഹത്തു, 2 വൽ ഫറാഗ്. ഒന്ന് അവൻ്റെ ഒഴിവ് സമയമാണ്, അസ്സിഹത്ത് അവൻ്റെ ആരോഗ്യമാണ്. മറ്റൊന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 2 കാര്യങ്ങളൊന്നും ആലോചിച്ച് നമ്മൾ ആരോഗ്യമുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാം? എത്ര സമയം നമുക്കുണ്ട്? നമ്മൾ മൊബൈലിലും മറ്റു മേഖലയിലായിട്ട് നമ്മൾ കഴിക്കല്ലേ? റബ്ബിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുമെന്ന്, എന്നെ അള്ളാഹു തആല കാണും, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും, എൻ്റെ എല്ലാം അവിടുന്ന് വിചാരണ ചെയ്യപ്പെടും എന്നുള്ളൊരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നന്നായിരുന്നു, അല്ലേ? നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ നമുക്ക് കഴിയില്ല. റബ്ബ് നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഈ പുണ്യമാന ഹിജ്റ വർഷം നമ്മളിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ, ആദ്യ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ഒരു ആഗമനം ഭൂമിയിലേക്ക് ഇറക്കിയ സമയം മുതൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അവിടുന്ന് വർഷത്തെ, മാസങ്ങളെ, ദിവസങ്ങളെ കണക്കാക്കുമായിരുന്നു. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രളയം വന്നപ്പോൾ ആ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് കണക്കാക്കാൻ തുടങ്ങി. പിന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ഈ വർഷങ്ങളും മറ്റും ഡേറ്റുകൾ കണക്കാക്കാൻ തുടങ്ങി. പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം വന്നപ്പോൾ അവിടുന്ന്, പിന്നീട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിൽ പിളർത്തിയ സംഭവം, അല്ലേ, നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആ കാലഘട്ടക്കാർ അവിടുന്ന് കണക്കാക്കിയിട്ടുണ്ട്. പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ രാജാധികാരം, അവിടുന്ന് അങ്ങോട്ട് ആ കാലഘട്ടക്കാർ, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് സമയം, ആ ഒരു വർഷത്തെ അവർ കണക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ദിവസങ്ങളെ. പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം വന്നപ്പോൾ അവിടുത്തെ ആ ഒരു കാലം, ആ ഭരണകാലം, അവിടുത്തെ ആ കാലം മുതൽ അവിടുത്തെ ജനങ്ങൾ അത് കണക്കാക്കി തുടങ്ങിയിരുന്നു. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം, അല്ലേ, ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തു വർഷം അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറയും സൗരവർഷമുണ്ട്, ചന്ദ്രവർഷമുണ്ട്, ഇങ്ങനെ 2 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു. സൂര്യൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ സൗരവർഷം, ചന്ദ്രൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ നമ്മൾ പറയുന്ന ഹിജ്റ വർഷം, അല്ലേ? ഇങ്ങനെ നമ്മൾ കാണപ്പെടുന്നു വർഷങ്ങളെ. ആ വർഷമാണ് പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. 2024 കഴിഞ്ഞ് 2025 വന്നപ്പോൾ പല രൂപത്തിലും എൻ്റെ പ്രിയമുള്ളവരെ ആഘോഷങ്ങളുണ്ടായിരുന്നു. ഇന്നതാ പരിശുദ്ധമായ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇതിനകത്തുണ്ട് എന്ന് സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ വർഷത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്?
എങ്ങനെയാണ് ഈ വർഷത്തിൻ്റെ തുടക്കം നമ്മൾ ഹിജറയിലെ കണക്കാക്കൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വർഷക്കണക്കില്ലായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഈ വർഷക്കണക്ക് ഹിജറ വർഷക്കണക്കില്ലായിരുന്നു. പിന്നീട് ഇതൊരു കലണ്ടർ രൂപത്തിൽ ഇറക്കിയതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്ക് എത്തപ്പെട്ടതും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ബസ്റയിലെ ഗവർണറായിരുന്നു മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഉമർ തങ്ങളുടെ അടുത്ത് ഖലീഫയിൽ നിന്ന് ഒരുപാട് കത്തുകൾ അവിടുത്തെ ഗവർണർക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ കത്തുകളൊക്കെ ഘട്ടം ഘട്ടങ്ങളായിട്ട് വരുമ്പോൾ ആദ്യം അയച്ചതേത്, പിന്നീട് അയച്ചതേത്, ഇങ്ങനെ ഒരു കത്തിന് ഒരു സ്ഥിരതയില്ലാതെ വന്നു. അബൂ മൂസൽ അശ്അരി തങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പരാതി കത്ത് എഴുതുകയാണ്. ആ കത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ്? നിങ്ങൾ അയക്കുന്ന കത്തുകൾ ഇതിനകത്ത് എന്താണ് എഴുതിയത് എന്ന് ഞങ്ങൾക്കറിയുന്നുണ്ട്. പക്ഷേ ആദ്യം എഴുതിയ കത്തേതാണ്, പിന്നെ എഴുതിയ കത്തേതാണ്, മൂന്നാമത് എഴുതിയ കത്തേതാണ്, ഇതൊന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ, പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു ഉള്ളടക്കം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എപ്പോൾ എഴുതിയതാണ്, ഏതാണ് ആദ്യത്തത് എന്ന്, രണ്ടാമത്തത് ഏതാണ് എന്ന്, മൂന്നാമത്തത് ഏതാണ് എന്ന് അറിയുന്നില്ല. ഈ ഒരു പരാതിയുമായിട്ടൊരു കത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അയക്കുകയുണ്ടായി. ഈ ഒരു വിവരം തൻ്റെ സദസ്സിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ചർച്ച നടത്തുകയാണ്. അപ്പോഴാണ് യമനിയായ ഒരു ചെറുപ്പക്കാരൻ സദസ്സിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ, ഇതിനുള്ളൊരു പരിഹാരം ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങളുടെ നാടുകളിലുണ്ട് തീയതി എന്ന് പറയുന്ന ഒരു സംവിധാനം. അതിൽ ഡേറ്റ് ഉണ്ട്, അതിൽ മാസമുണ്ട്, വർഷമുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു സംഭവമുണ്ട് എന്ന് യമനിയായ ഈ ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആല അൻഹു അതുമായിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തുമായിട്ടൊന്ന് കൂടിയാലോചിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചപ്പോൾ നല്ലതാണെന്ന് മനസ്സിലായി. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനോട് പറഞ്ഞു, ഇനി നമ്മൾ എന്ന് മുതൽ തുടങ്ങും? അല്ലേ, അങ്ങനെയൊന്നും വേണമല്ലോ, എന്ന് മുതൽ തുടങ്ങും? അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തൻ്റെ സ്വഹാബത്തിനോട് ഇങ്ങനെ ചർച്ച നടത്തി. പല ആളുകൾക്കും പല അഭിപ്രായം. റസൂലുള്ളാഹി ജനനം, റസൂലുള്ളാഹിൻ്റെ നബുവത്ത്, അതുപോലെ തന്നെ ഹിജ്റ പോയത്, ഉഹദ് യുദ്ധം, ബദർ യുദ്ധം തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മുഖ്യമായിട്ട് വന്നു ഹിജ്റ തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന്. കാരണം ഒരുപാട് കാരണങ്ങൾ അതിന് വ്യക്തതയുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും പറയപ്പെടുന്നു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്റാനിലുള്ള ക്രിസ്ത്യാനികളായ പുരോഹിതന്മാർക്ക്, ആളുകൾക്ക് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ കത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ കത്തെഴുതുന്ന സമയത്ത് അത് ഹിജ്റ പോയിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എഴുതണം ഹിജ്റ 5 എന്ന് രേഖപ്പെടുത്തണമെന്ന് ആനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട്, അലി റളിയല്ലാഹു അൻഹുവിനാണ് കത്ത് എഴുതിയിരുന്നത്. അലിയാർ തങ്ങളോട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവറുകൾ അവിടുന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ ഹിജ്റ തന്നെ അതിന് പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പരിശുദ്ധമായ ഹിജ്റ എന്ന് പറഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടമല്ല, ഒരു വിനോദത്തിന് പോയതല്ല, ജോലി ആവശ്യത്തിന് പോയതല്ല, ഒരു സുഖത്തിന്, ഒരു മാറി താമസിക്കാനുള്ള സുഖത്തിന് വേണ്ടി രാജ്യം വിട്ടു പോയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയായിരുന്നു ഹിജ്റ. ആ ഹിജ്റ കൊണ്ടാണ് പരിശുദ്ധമായ ദീനിനെ ലോകം മുഴുവനും ഇന്ന് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും പരിശുദ്ധ ദീൻ ആ ഹിജ്റയിലൂടെ വന്നതാണ്. ഒന്നും കൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടാൻ കാരണമായിട്ടുണ്ട്. പല മേഖലയിലും ഇസ്ലാമിൻ്റെ ശക്തി പ്രാപിച്ചത് ആ ഹിജ്റ കൊണ്ടാണ്. മാത്രമല്ല ഒരുപാട് ത്യാഗം സഹിച്ച സ്വഹാബത്ത് ആ ഹിജ്റയിലുണ്ടായിട്ടുണ്ട്. അല്ലേ, തൻ്റെ നാട്, തൻ്റെ വീട്, തൻ്റെ കുടുംബം, തൻ്റെ സമ്പത്ത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വളരെ വേദനയോടുകൂടി കടന്നുപോയ യാത്രയാണ് ഹിജ്റയുടെ യാത്ര എന്ന് നമുക്കറിയാം. ആ പരിശുദ്ധമായ ഹിജ്റ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആ ഹിജ്റ സന്ദേശം ഭൂമി ലോകത്ത് നിലക്കാൻ പാടില്ല, ആരും അറിയാതിരിക്കാൻ പാടില്ല, തലമുറകൾ അറിയണം. അത് ആ ഒരു ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ആ ഹിജ്റയെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ വരുന്നത്. ഒരുപാട് പാവങ്ങളുടെ സ്വഹാബത്തിൻ്റെ സന്ദേശങ്ങൾ ഹിജ്റയിലൂടെ നമുക്ക് പറയാനുണ്ട്, പഠിക്കാനുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച മാസം കണ്ടാൽ, അല്ലായെങ്കിൽ ശനിയാഴ്ച ഉറപ്പായിട്ടും പരിശുദ്ധ മുഹറം മാസത്തിലേക്ക് അഥവാ 1447 നമ്മളെല്ലാവരും കിടക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലം ഹിജ്റ 17 ജുമാദുൽ ഉഖറ 20 ഒരു ബുധനാഴ്ച ദിവസത്തിലാണ് പരിശുദ്ധമായ ഈ ഒരു നിയമം, ഈ ഒരു കലണ്ടർ അവിടുന്ന് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു കാര്യത്തിന് ഹിജ്റ കലണ്ടറിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹിജ്റയുടെ സുന്ദരമായ യാത്രയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ആഖിറത്തിലേക്കുള്ള ചിന്തയും ഒക്കെ തന്നെയാണ് പുതിയ വർഷങ്ങളും സമയങ്ങളും ഓരോ സെക്കൻഡുകളും നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പുതിയ വർഷം നമുക്ക് അല്ലാഹു ബാസുരമാക്കി തരട്ടെ. നന്മയുള്ള ജീവിതം അല്ലാഹു നൽകട്ടെ. ഇൽമ അല്ലാഹു നാഫിയാക്കി തരട്ടെ. ഒരുപാട് അറിവ് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.